വെൽക്കം ടു സൈലം ലേണിംഗ്. അമൃത മിസ് ആണ്. അപ്പോൾ മക്കളെ, നമ്മൾ എല്ലാവരും തന്നെ എക്സാമിന് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. മിസ് ഇന്ന് വന്നിട്ടുള്ളത് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നിർബന്ധമായും നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത പഠിച്ചിരിക്കേണ്ടത് ഈ ചാപ്റ്റർ നിങ്ങൾ ഇതെങ്കിലും അറിയാതെ പോകരുത് എക്സാമിന്. ഇത് അറിഞ്ഞു പോയാൽ നിങ്ങൾക്ക് എന്തായാലും എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്സ് പരിചയപ്പെടുത്താനാണ്. ഓൾറെഡി പഠിച്ച കാര്യമായിരിക്കും, ഒന്ന് റിഫ്രഷ് ചെയ്ത് വെക്കുക. ആദ്യത്തെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്ന കാര്യമാണ്. ഈ ചോദ്യം ഇങ്ങനെയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കയ്യിൽ ഒരു ക്യൂബ് ഉണ്ട് എന്ന് വിചാരിക്കുക, റുബിക്സ് ക്യൂബ് പോലത്തെ ഒരു ക്യൂബ്. ആ ക്യൂബിന്റെ സൈഡിന്റെ നീളം എ ആണെന്ന് വിചാരിക്കാം. സൈഡിന്റെ നീളം എയോ എക്സോ എന്താവട്ടെ, എക്സ് സെന്റിമീറ്റർ ആണ് ആ സൈഡിന്റെ നീളം എന്ന് വിചാരിക്കാം. അത് ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും മാറുന്നുണ്ട്. ആ ക്യൂബ് ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് dx/dt അവർ തന്നിട്ടുണ്ട്. ഓരോ സെക്കൻഡിലും നമ്മുടെ ക്യൂബിന്റെ സൈഡ് വലുതായി വരുന്നു. dx/dt തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അതിന്റെ വോളിയം ചേഞ്ച് ആവുമല്ലോ അല്ലെ. വോളിയം എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് ആണ്. ഈ വോളിയം അതിനനുസരിച്ച് ചേഞ്ച് ആവുമല്ലോ. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് dv/dt ആണ് എന്ന് വിചാരിക്കുക. അതായത് ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും വോളിയം എത്രത്തോളം മാറുന്നു, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി, ഇതാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ dv/dt കണ്ടുപിടിക്കണം. ഇവിടെ നമുക്കറിയാം dv/dx നമുക്കറിയാം എന്താണ്, 3x² ആണ്. എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് അല്ലെ 3x² ആണ്. എങ്ങനെ dv/dt വിത്ത് റെസ്പെക്ട് ടു ടി കാണും? ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് പഠിച്ചിരിക്കാനുള്ളത്. dv/dt എന്ന് പറയുന്നത് dv/dx ഇൻറ്റു dx/dt ആണ്. അതായത് dx/dt ക്വസ്റ്റിൽ തന്നിട്ടുണ്ടാകും, dv/dx നമ്മൾ ഇവിടെ കണ്ടുപിടിക്കും. ഇത് രണ്ടും കൂടെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? dv/dt കിട്ടും. ഇതാണ് നിങ്ങളുടെ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഈ സംഭവത്തിനെ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞതാണ് ആ പറഞ്ഞത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ ആണ്. നമുക്കറിയാം ഒരു ഫംഗ്ഷൻ ഒന്നെങ്കിൽ ഇൻക്രീസിങ് ആവാം അല്ലെങ്കിൽ ഡിക്രീസിങ് ആവാം. അതിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് അറിയാനായിട്ട് നമ്മൾക്ക് എന്തുണ്ട്? ഡെറിവേറ്റീവ് ടെസ്റ്റുകൾ ഉണ്ട് അല്ലേ. ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ നമ്മൾ ചെയ്തത് ഇങ്ങനെയാണ്. ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് അറിയാനായിട്ട് ഈ പറഞ്ഞ പരിപാടികളൊക്കെ ചെയ്യണം അല്ലേ. ഒന്നുമില്ലടാ, നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് f' കാണുക. f' എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ സ്ട്രിക്ട്ലി ഇൻക്രീസിങ്, ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ സ്ട്രിക്ട്ലി ഇൻക്രീസിങ്, ലെസ് ദാൻ 0 ആണെങ്കിൽ സ്ട്രിക്ട്ലി ഡിക്രീസിങ്. ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും, ഒരു ഫംഗ്ഷൻ തന്നിട്ട് അത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെന്ന് പ്രൂവ് ചെയ്യാനും അല്ലെങ്കിൽ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണെന്ന് പ്രൂവ് ചെയ്യാനൊക്കെ ചോദിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, f' കാണുക. എന്നിട്ട് എക്സിന്റെ എല്ലാ വാല്യൂസ് ഇട്ട് നോക്കുക. അതിന്റെ എല്ലാ വാല്യൂസിലും അത് ഗ്രേറ്റർ ദാൻ 0 ആണ് കാണിക്കുന്നതെങ്കിൽ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. എക്സിന്റെ എല്ലാ വാല്യൂസിലും അത് ലെസ് ദാൻ 0 ആണ് കാണിക്കുന്നതെങ്കിൽ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണ്. എങ്ങാനും f' എന്ന് പറയുന്നത് ഈക്വൽ ടു 0 വന്നു എന്ന് വിചാരിക്കാം, അതൊന്നെങ്കിൽ ഇൻക്രീസിങ് അല്ലെങ്കിൽ ഡിക്രീസിങ് ആയിരിക്കും. ഓക്കെ, അതായത് നമ്മൾ എക്സിന്റെ ഏത് വാല്യൂ കൊടുക്കുമ്പോഴും ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആണ് നമ്മളുടെ f' വരുന്നതെങ്കിൽ അതെന്താണ്? ഇൻക്രീസിങ് ആണ്, വെറും ഇൻക്രീസിങ് ആണ്. ഓക്കെ, അതേപോലെ ഈക്വൽ ടു 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് f' എങ്കിൽ അതെന്താണ്? ഡിക്രീസിങ് ആണ്. ഓർത്തിരിക്കാം. ഒരു ഫംഗ്ഷൻ തരും, f' കാണുക. ആ f' എക്സിന് നിങ്ങൾക്ക് 0 കൊടുക്കാം, -1 കൊടുക്കാം, +1 കൊടുക്കാം. ഈ 3 വാല്യൂസ് കൊടുക്കുമ്പോൾ ഗ്രേറ്റർ ദാൻ 0 ആണ് വരുന്നതെങ്കിൽ നമുക്ക് പറയാം സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ വെറും ഇൻക്രീസിങ് ആണ്. ലെസ് ദാൻ 0 ആണെങ്കിൽ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണ്. ഈ ഒരു ചോദ്യം ഷുവർ ആയിട്ടും എക്സാമിന് ചോദിക്കും. അതേപോലെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യമാണ്, ഇന്റർവെല്ല് കണ്ടുപിടിക്കാനുള്ള ചോദ്യം വരും. ഏത് ഇന്റർവെല്ലിലാണ് ഇവർ ഇൻക്രീസിങ് ആവുന്നത്, ഏത് ഇന്റർവെല്ലിലാണ് ഇവർ ഡിക്രീസിങ് ആവുന്നത്? അങ്ങനെ ചോദ്യം വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് f' ആസ് യൂഷ്വൽ കാണുക, ഈക്വൽ ടു 0 കൊടുക്കുക. അപ്പോൾ എക്സിന് വാല്യൂ കിട്ടും. എക്സിന് ചിലപ്പോൾ ഒരു വാല്യൂ ആയിരിക്കും, ചിലപ്പോൾ 2 വാല്യൂ ആയിരിക്കും. എന്തായാലും നമ്മൾ എന്ത് ചെയ്യുക, നമ്പർ ലൈൻ വരയ്ക്കുക, എക്സിന് കിട്ടിയ വാല്യൂസ് മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇന്റർവെല്ല് ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ -1 ടു -∞, -1 ടു +1, +1 ടു +∞. ഈ 3 ഇന്റർവെല്ലിലുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വാല്യൂ എന്തിനു കൊടുക്കാം? f' എക്സിന് കൊടുക്കാം. f' കാണുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ പോലെ തന്നെ ഓരോന്നും f' ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇൻക്രീസിങ് ആണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇവരെ കാറ്റഗറൈസ് ചെയ്യാം. ഓക്കെ, ഇന്റർവെൽസ് കണ്ടുപിടിക്കാം. ഓക്കെ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, f' കാണുക, ഈക്വൽ ടു 0 കൊടുക്കുക, എക്സിന്റെ വാല്യൂസ് കണ്ടുപിടിക്കുക, നമ്പർ ലൈൻ വരയ്ക്കുക, എക്സിന്റെ വാല്യൂസ് അറേഞ്ച് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഓരോ ഇന്റർവെൽസ് കണ്ടുപിടിക്കുക.
ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ എക്സിന് -1 വന്നു എന്ന് വിചാരിക്കുക. അപ്പം -1 കൊടുത്തു. ഇവിടെ എന്താണ് -∞ ആണ്, ഇവിടെ എന്താണ് +∞ ആണ്. അപ്പോൾ -∞ക്കും +∞ നടുക്കുള്ള ഒരു വാല്യൂ നമ്മൾ എടുക്കുക, അതായത് -2 എന്നെടുത്തു. -1നും +∞ വാല്യൂ x = -1 എടുക്കുക, x = 0 കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം, അതിൻ്റെ ഇടയ്ക്ക് ആയിരിക്കണം എന്ന് മാത്രം. എന്നിട്ട് എന്ത് ചെയ്യുക, f'(-2) കാണുക, അതേപോലെ f'(0) കാണും. എന്നിട്ട് അവർ ഗ്രേറ്റർ ദാൻ ആണോ ലെസ് ദാൻ ആണോ എന്നുള്ള കാര്യങ്ങൾ നോക്കുക. കണ്ടോ, ചെക്ക് ദ സൈൻ f'(x) ഇൻ ഈച്ച് ഇന്റർവൽ. f(x) is strictly increasing when f'(x) is positive. f(x) is decreasing when f'(x) നെഗറ്റീവ് ആകുമ്പോൾ എന്താണ് ഡിക്രീസിങ് ആണ്, ഗ്രേറ്റർ ദാൻ ആകുമ്പോൾ ഇൻക്രീസിങ് ആണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കാം. ഓക്കെ, റെഡി. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് ചോദിക്കുന്നത് മാക്സിമ ആൻഡ് മിനിമ. ഡെറിവേറ്റീവ് ടെസ്റ്റ് നിർബന്ധമായും പഠിച്ചു പോകണം. ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ മാക്സിമ ആൻഡ് മിനിമ. 2 ഡെറിവേറ്റീവ് ടെസ്റ്റുകളാണുള്ളത്, ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റും സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റും. അതിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിട്ട് പോവുക, കാരണം അതിൽ നിന്ന് ചോദ്യങ്ങൾ കുറവാണ്. എന്നാലും അഥവാ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, f'(x) കാണണം, f'(x) = 0 കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ചിത്രം പഠിച്ചു വെച്ചാൽ മതി. f'(x) കാണാം, =0 കൊടുക്കുക. എന്നതിന് ശേഷം ആ 0 കൊടുക്കുമ്പോൾ നമുക്ക് എക്സിന് വാല്യൂ കിട്ടും. അതാണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ്, എക്സിന് വാല്യൂ കിട്ടും. f'(x) = 0 കൊടുക്കുമ്പോൾ എക്സിന് വാല്യൂ കിട്ടും. ആ എക്സിന്റെ വാല്യൂ തൊട്ടിപ്പുറമുള്ള വാല്യൂ എടുക്കുക. ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് 1 ആണ് വന്നതെങ്കിൽ ഇപ്പുറത്ത് നമ്മൾ 0.9ഉം ഇപ്പുറത്ത് നമ്മൾ 1.1ഉം എടുക്കുക, തൊട്ടപ്പുറം ഇപ്പുറമുള്ള വാല്യൂ എടുക്കുക. എന്നിട്ട് അതിന്റെ f'(0.9 കാണാം, f'(1.1 കാണാം. ആദ്യം ഗ്രേറ്റർ ദാൻ 0 പിന്നെ ലെസ് ദാൻ 0 ആണെങ്കിൽ ആ ഫംഗ്ഷൻ മാക്സിമയാണ്, അവിടെ മാക്സിമയാണ്. ആദ്യം ലെസ് ദാൻ 0 പിന്നെ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അവിടെ മിനിമയാണ്. ആലോചിച്ച് വയ്ക്കുക. ഓക്കെ, ഈ ഒരു ചിത്രം പഠിച്ചു വെച്ചാൽ മതി. ആദ്യം ഗ്രേറ്റർ ദാൻ 0 പിന്നെ ലെസ് ദാൻ 0 ആണെങ്കിൽ അവിടെ മാക്സിമയാണ്. ചിത്രം ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ആദ്യം ഗ്രേറ്റർ ദാൻ 0 പിന്നെ ലെസ് ദാൻ 0, അപ്പം എന്താണ് അവിടെ മാക്സിമ. ആദ്യം ലെസ് ദാൻ 0 പിന്നെ ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ എന്താണ് മിനിമ. ഓക്കെ അല്ലേ? അപ്പോൾ മാക്സിമ മിനിമ അതിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഇനി അതിലുള്ളത് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് ചെയ്യുക, f'(x) കാണാം, f(x) തരും, f'(x) കാണാം, f'(x) = 0 കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, എക്സിന് വാല്യൂസ് കിട്ടും. അതാണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ്, അത് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് f'(x) കാണാം. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ ക്രിട്ടിക്കൽ പോയിന്റ് ഇവിടെ കൊടുക്കണം, എക്സിന് പകരം ക്രിട്ടിക്കൽ പോയിന്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ f'(x) എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അവിടെ നടക്കുന്നത് മിനിമയാണ്. ഓക്കെ, f'(x) കൊടുക്കുക. ഇഫ് ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അവിടെ മിനിമം ആണ്, ലോക്കൽ മിനിമം ആണ്. f'(x) എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണെങ്കിൽ അവിടെ മാക്സിമം ആണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ടാണ്, ശ്രദ്ധിക്കുക, മാറിപ്പോകും. f'(x) സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിൽ f'(x) എന്ന് പറയുന്നത് c എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണെങ്കിൽ അവിടെ മാക്സിമയും, f'(x) എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മിനിമയും ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ മക്കൾ, ഇതാണ് ഈ ഒരു ചാപ്റ്ററിന് മൊത്തം കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഇതെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം നിർബന്ധമായിട്ടും. ഈ ഇത്രയും സാധനങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഒരു 80% ചോദ്യം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. സോ താങ്ക് യു ഡിയേഴ്സ്, താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.